വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു കഴിഞ്ഞ തവണ കൊടുത്തതുപോലെ എന്തെങ്കിലും ഒരു ഓഫർ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. നമ്മളിപ്പോഴും അത് കോസ്റ്റ് ബേസിലാണ് നമ്മൾ ചെയ്ത് വെച്ചിരുന്നത്. ബട്ട് എനിക്കറിയാം നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു കസ്റ്റമർ ബേസ് ഉണ്ട്. ആ ലോയൽ ആയിട്ടുള്ള കസ്റ്റമർ ബേസ് കീപ്സ് യു ഇൻ യുവർ നിങ്ങളുടെ വാക്കുകൾ അവർ അത്രയും നന്നായിട്ട് എടുക്കുന്ന ആൾക്കാരാണ് ആ കസ്റ്റമേഴ്സ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വോട്ടാങ്ങിട്ട് ഫസ്റ്റ് ഫുൾ നിങ്ങൾക്ക് ഒരു യാതൊരു വിധത്തിലും ഐഡിയ ഇല്ലെങ്കിൽ കൂടി ഫ്രം സ്ക്രാച്ച് യു വിൽ ബി ഗിവിംഗ് എ ട്രെയിനിങ് അല്ലേ? നല്ല ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. വിത്ത് ഓൾ ദീസ് എക്യുപ്മെന്റ്സ് ആൻഡ് എവറിത്തിങ് ആ വ്യക്തി ഈ കസ്റ്റമറിന്റെ അടുത്ത് സെക്കൻഡ് ബയർ ആകുമ്പോൾ ആ വ്യക്തി എപ്പോഴും കുറച്ചുകൂടി പ്രീമിയം വെഹിക്കിളെ നോക്കുള്ളൂ. നാലാമത് അൺനെസറി വണ്ടി റോഡിൽ കേൾക്കേണ്ട കാര്യമില്ല. അതിലുള്ള കോസ്റ്റും കസ്റ്റമർ വരുന്നില്ല. സേവ് ആക്കും. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഇൻകം എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? സെൽഫ് എംപ്ലോയിഡ് എന്നുള്ള കോൺസെപ്റ്റ് അല്ല, ഒരു ബിസിനസ് എന്നുള്ള രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഗോപകുമാറാണ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യാറുള്ളത്. ഞാനിന്നുള്ളത് എടപ്പാളിലാണ്. എടപ്പാളിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു ബിസിനസ് അവസരം നിങ്ങളെ നേരിട്ട് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. നാട്ടിൽ തുടങ്ങാം, അതുമാത്രമല്ല നിങ്ങളുടെ നാട്ടിൽ വളരെ സസ്റ്റൈനബിൾ ആയിട്ട് 3, 4, 5 ആൾക്കാരെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ ബിസിനസ് മോഡലാണ് ഞാൻ പരിചയപ്പെടുത്താൻ വന്നത്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഫ്രാഞ്ചൈസി മോഡലിലാണ് ഈ ഒരു ബിസിനസ് അവസരം ഈ കമ്പനി കൊടുക്കുന്നത്. ഈ ഫുൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ രാജേഷ് സാർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം. രാജേഷ് സാർ നമസ്കാരം. താങ്ക് യു സോ മച്ച്. സുഖമാണ് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം രാജേഷ് സാർ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ സാറാണ് നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം അല്ലേ സാർ? വെൽക്കം ടു വീഡിയോ. കേരളത്തില് ഇപ്പൊ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മൂവിംഗ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഒരു മാർക്കറ്റ് കാർ ഡീറ്റെയിലിംഗ് മാർക്കറ്റാണ്. കാർ ഡീറ്റെയിലിംഗ് ശരിയാണ്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ന്യൂ വെഹിക്കിൾസ് പുതിയ വണ്ടികൾ അറൌണ്ട് 2.5 to 3 lakh വണ്ടികൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് എല്ലാ കൊല്ലവും. അതുകൂടാതെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് അതിന്റെ സെയിൽസും വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഓൾമോസ്റ്റ് 4 lakh വെഹിക്കിൾസ് അതും കൈമാറുന്നു. അപ്പൊ ഇത്രയും വണ്ടികൾ കേരളത്തിൽ വന്ന് ഇത്രയും കസ്റ്റമേഴ്സ് എല്ലാ കൊല്ലവും വരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് എല്ലാ കസ്റ്റമേഴ്സും ഫസ്റ്റ് ഹാൻഡ് ബയേഴ്സ് ആയിരുന്നു. ഇപ്പോഴത്തെ മാക്സിമം മോഡൽസ് വിറ്റ് പോകുന്ന മോഡൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബ്രസ പിന്നെ സെഗ്മെന്റ്സിലേക്ക് മാറുന്നുണ്ട് കസ്റ്റമർ. ആ കസ്റ്റമർ അങ്ങനെ മാറാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ബേസിക് റിക്വയർമെന്റ് ഓഫ് ട്രാവൽ കഴിഞ്ഞു. അപ്പൊ സെക്കൻഡ് ബയർ ആകുമ്പോൾ ആ വ്യക്തി എപ്പോഴും കുറച്ചുകൂടി പ്രീമിയം വെഹിക്കിളെ നോക്കുള്ളൂ. സേഫ്റ്റി ഒരു കൺസേൺ ആണ്, എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സ് കൺസേൺ ആണ്, കപ്പാസിറ്റി, ഡ്രൈവിംഗ്, ഒരു നമ്മളുടെ എന്താ പറയാ ലക്ഷറിയസ് ഫീൽ, സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് മാറ്റുന്നത്, ഇതൊക്കെ ചെയ്യുന്നുണ്ട് അവർ. അപ്പൊ അതേ പ്രകാരം നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമേഴ്സിന് ഇപ്പോഴത്തെ റിക്വയർമെന്റ് ടു ഗെറ്റ് ഹൗ ടു അവർക്ക് അവരുടെ വണ്ടി എങ്ങനെ വൃത്തിയാക്കി കിട്ടും. ആ ഒരു മേഖലയാണ് നമ്മളുടെ ബിസിനസ് നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർ ഡീറ്റെയിലിംഗ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് ഇസ് എ പാർട്ട് ഓഫ് ഡീറ്റെയിലിംഗ്. ഡീറ്റെയിലിംഗിന്റെ അർത്ഥം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് ദ വെഹിക്കിൾ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ക്ലീനിങ് ദ വെഹിക്കിൾ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്, ഉള്ളിന്നും പുറത്തുനിന്നും വണ്ടിയെ വൃത്തിയാക്കലാണ് ഡീറ്റെയിലിംഗ്. വാഷ് നമുക്ക് പുറത്ത് മാത്രമേ ചെയ്യാൻ പറ്റൂ. മനസ്സിലായി. അത് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് അങ്ങനത്തെ ചളി അത് മാത്രമേ നീക്കാൻ പറ്റും. പക്ഷെ നമ്മളുടെ വണ്ടിയുടെ മുകളിൽ വേറെ കണ്ടാമിനേഷൻസ് ഉണ്ടാവും. ആ കണ്ടാമിനേഷൻസ് നീക്കണമെങ്കിൽ പോളിഷിങ്, ഉള്ളിലത്തെ വൃത്തി അഴുക്ക് നീക്കണമെങ്കിൽ ഇന്റീരിയർ ക്ലീനിങ്. നമ്മുടെ ഗ്ലാസ്സുകളിൽ ഒരു ഹാർഡ് വാട്ടർ മാർക്സ് ഉണ്ടാവും, ഫസ്റ്റ് ട്രെയിനിന്റെ മാർക്സ്. ആ മാർക്സ് കളയാൻ നോർമൽ വാഷിലൊന്നും പോവില്ല. അപ്പൊ ഗ്ലാസ് ട്രീറ്റ്മെന്റ്. അപ്പൊ അതിനൊക്കെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ എക്യുപ്മെന്റ്സ്, അതേപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് മാത്രം നമുക്ക് ഈ സംഭവങ്ങൾ ചെയ്യാം. ഇതില് നമ്മൾ എങ്ങനെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവേണ്ടത് കേരളത്തിൽ ഒരുപാട് ഡീറ്റെയിലിംഗ് ഔട്ട്ലെറ്റ്സ് വന്നിട്ടുണ്ട്. അതിലും എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത് കൊണ്ടുപോയി അവിടെ കൊടുത്ത് അവരത് സർവീസ് ചെയ്തിട്ട് നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ നമ്മൾ പോയിട്ട് വണ്ടി കളക്ട് ചെയ്യുക ചെയ്യാം. നമ്മളുടെ ഇപ്പോഴത്തെ പ്ലാനും സ്കീം ഓഫ് പ്ലാൻ എങ്ങനെ വെച്ചാൽ വി ആർ കമ്മിങ് ഔട്ട് വിത്ത് എ ബിസിനസ് വേർ എ പേഴ്സൺ ഓൺ എ 2-wheeler വിത്ത് ഓൾ ദീസ് എക്യുപ്മെന്റ്സ് ആൻഡ് എവറിത്തിങ്. ആ വ്യക്തി ഈ കസ്റ്റമറിന്റെ അടുത്ത് അവരുടെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും എവിടെയാണോ അവിടെ പോയിട്ട് നമ്മൾ സർവീസസ് കൊടുക്കും. ഇത് ഉണ്ട് ഗുണം രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് കസ്റ്റമറുടെ സമയം, 2 കസ്റ്റമറിന് ഈ വണ്ടി എടുത്ത് പോകണം അങ്ങനത്തെ ഒരു ടെൻഷൻ ഒന്നുമില്ല. വിളിച്ച് പറഞ്ഞാൽ എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് നമുക്ക് പോയിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്താൽ മതി, കാര്യങ്ങൾ ചെയ്യാം. എക്സാക്ട്ലി അത് ചെയ്ത് കിട്ടും. മൂന്നാമത്തത് ബെറ്റർ പ്രൈസ്.
നാലാമത്തത് അൺനെസറി വണ്ടി റോഡിൽ കയറേണ്ട കാര്യമില്ല. റൈറ്റ്, അതിനുള്ള കോസ്റ്റും കസ്റ്റമർ വരുന്നില്ല, സേവ് ആകും. ആൻഡ് പ്രൈമറിലി നമ്മുടെ കോസ്റ്റ് ആർ കോമ്പറ്റീറ്റീവ് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ. പാക്സിലർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ എത്ര വർഷമായി സർ നിങ്ങൾ? നമ്മൾ ഓൾമോസ്റ്റ് അല്ല, നമ്മൾ 6 കൊല്ലമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഓക്കെ, ഇതിൻ്റെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞു ഇതൊരു നമ്മൾ വീട്ടിലേക്കാണെങ്കിലും ഓഫീസിലേക്കാണെങ്കിലും പോയിട്ട് ചെയ്യേണ്ട ഒരു ബിസിനസ് മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? ഇത് എങ്ങനെയാണ് ഇതൊരു ടോട്ടൽ ബിസിനസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയും? ഇത് ഒരു വ്യക്തി അഥവാ ഒരു ബിസിനസ് ചെയ്യണം, ഏത് ലൊക്കാലിറ്റി എവിടെയും ഈ വ്യക്തിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഓക്കെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഇൻകം എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സാർ? ഒരു 60,000 70,000 ആരാംശം ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവുക ഇത് എങ്ങനെ ഒരു ബിസിനസ് ആക്കാൻ പറ്റും എന്നാണ്. നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് തന്നെയാണ് പാക്സിലർ മോഡൽ. ഞങ്ങൾ ഇതെങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഐഡിയാസ് നമ്മൾ ഫ്രാഞ്ചൈസി പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ. ഏതൊരു വ്യക്തിക്കും അവരുടെ ലൊക്കേഷനിൽ ഫ്രാഞ്ചൈസി എടുത്തിട്ട് ബിസിനസ് ചെയ്യാം. ഓക്കെ. ഫ്രാഞ്ചൈസി കോസ്റ്റ് വരുന്നത് 2 lakhs plus GST ആണ്. 2 lakhs plus GST ആണ് ഫ്രാഞ്ചൈസി കോസ്റ്റ്. ഓക്കെ. അതിൽ ആ വ്യക്തിക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് 3 കിറ്റ്. ഓക്കെ. ഈ ബൈക്കിൽ ആ വ്യക്തിക്ക് പോകാൻ പറ്റുന്ന പോയി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കെമിക്കൽസ് മെഷീനറി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ 3 കിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അലോങ് വിത്ത് ദാറ്റ് നമ്മൾ ഒരു CRM പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലിംഗ് ആപ്പാണ്. അതിൽ സ്റ്റോക്ക് നോക്കാം, നമുക്ക് ബില്ലിംഗ് ചെയ്യാം, നമുക്ക് നമ്മുടെ എൻക്വയറീസ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. സ്പെസിഫിക്കലി ഡിസൈൻ ഫോർ യുവർ റിക്വയർമെന്റ്. പിന്നെ നമുക്ക് യൂണിഫോം ഉണ്ടാവുന്നതിനെ we are going to provide you with training also. Okay. കസ്റ്റമേഴ്സിന് ഈ പറഞ്ഞ എടുക്കുന്ന ആൾക്കാർക്ക് ട്രെയിനിങ്സ് കൊടുക്കും. ഏതൊക്കെ ഇപ്പം ബിസിനസ് ഓണേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. നമുക്ക് ട്രെയിനിങ് 2 രീതിയിലുള്ളത്. ഓക്കെ. ഒന്ന് നമ്മൾ കൊടുക്കുന്നത് ഈ സർവീസ് ചെയ്യാൻ പോകുന്ന പിള്ളേർക്കുള്ള ട്രെയിനിങ് ആണ് എന്ന് പറഞ്ഞാൽ മാൻ പവർ ട്രെയിനിങ് ആണ്. അത് അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എന്തൊക്കെ കെമിക്കൽസ് എങ്ങനെ ഉപയോഗിക്കണം, ഹൗ എഫക്റ്റീവ്ലി ദേ ക്യാൻ ഡു ദ സർവീസ്. അതിന്റെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് നമുക്കൊരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയിലേക്ക് എത്തിക്കാനുള്ള ട്രെയിനിങ് നമുക്ക് കൊടുക്കുന്നുണ്ട്. ആ വ്യക്തി കസ്റ്റമർ അടുത്ത് എങ്ങനെ ഇടപെടണം അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. രണ്ടാമത്തെ മാനേജറിയൽ ട്രെയിനിങ് ആണ്. ഫോർ ദ ഓണേഴ്സ് ഓഫ് ഫ്രാഞ്ചൈസി. അവർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന ട്രെയിനിങ് ഈ ബിസിനസ് എങ്ങനെ കൊണ്ടുപോയി നടത്താൻ പറ്റും, നമുക്ക് എവിടുന്നാണ് മാർക്കറ്റ്, അവിടെ എങ്ങനെ ടാപ്പ് ചെയ്യാൻ പറ്റും, ആ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ എങ്ങനെ നമ്മളെ എന്താ പറയുക ഗ്രോ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അപ്പം ഇതൊരു എക്സൈറ്റിംഗ് ആണ്, കാരണം ഇതൊരു സെൽഫ് എംപ്ലോയിഡ് എന്നുള്ള കോൺസെപ്റ്റ് അല്ല, ഒരു ബിസിനസ് എന്നുള്ള രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സാറ് പറഞ്ഞു ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ലാഭം എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ബിഫോർ വി ഗെറ്റ് ടു ലാഭം ഞങ്ങൾ എന്തൊക്കെ സർവീസ് ആണ് ഇന്ന് കൊടുക്കാൻ പറ്റുക അതൊന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്യട്ടെ. ഒന്ന് നമ്മൾ വാട്ടർലെസ് കാർ വാഷ് ആണ് കൊടുക്കുന്നത്. വാട്ടർലെസ് കാർ വാഷ് ആണ് ഇതിനകത്ത്. ഓക്കെ. സെക്കൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോളിഷിംഗ്. ലോക്കലി നമ്മൾ പോളിഷിംഗ് എന്ന് പറയും, പെയിന്റ് കറക്ഷൻ എന്നാണ് ആക്ച്വൽ. അപ്പോൾ പോളിഷിംഗ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് നമുക്ക് ഇന്റീരിയർ ക്ലീനിങ് ഉണ്ട്. വെഹിക്കിളിന്റെ അകം മൊത്തമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കും. നാലാമത്തത് നമുക്ക് വാട്ടർ മാർക്ക് ഗ്ലാസ് ട്രീറ്റ്മെന്റ് വി പ്രൊവൈഡ് ഗ്ലാസ് ട്രീറ്റ്മെന്റ്. അത് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ ഹെഡ്ലൈറ്റ് റെസ്റ്റോറേഷൻ ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ എഞ്ചിൻ ഡീറ്റെയിലിംഗ് ഉണ്ട്, അത് ചെയ്യും. ഇത് കൂടാതെ നമുക്ക് AC ഡക്ട് ട്രീറ്റ്മെന്റ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ ആന്റി ഫോഗ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാർക്കറ്റിംഗ് കൊലാറ്ററൽസും കൊടുക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് കൊലാറ്ററൽസ് ഇൻ ദിസ് ഹാൻഡ് ഔട്ട്സ് ഉണ്ടാവും, പിന്നെ ചെറിയ പോസ്റ്റേഴ്സ് ഉണ്ടാവും, അവരുടെ ലൊക്കാലിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മൾ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്. ഒരു കൊല്ലം നമ്മൾ ബ്രാൻഡിങ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദർ വിൽ ബി മാർക്കറ്റിംഗ് സപ്പോർട്ട്, ഓൺലൈൻ മാർക്കറ്റിംഗ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുമല്ലോ. സൂപ്പർ. അപ്പം കമ്പനി ഇത്രയും കാര്യങ്ങൾ സർവീസ് ചെയ്യുന്നുണ്ട്. സാർ പറഞ്ഞു 2 lakh plus GST ആണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു. ഇനി ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രോഫിറ്റബിലിറ്റി എന്തായിട്ട് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? എത്ര രൂപയാണ് സാർ നമുക്ക് കിട്ടുക? അതിന്റെ കണക്ക് നമ്മൾ നോക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഈ 3 കിറ്റ് 3 ആൾക്കാരാണ് സർവീസ് ചെയ്യുന്നത്. ഒരാൾക്ക് ആവറേജ് ഒരു ദിവസം 2000 rupees സെയിൽസ് സർവീസ് എമൗണ്ട് അവർ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് ഓണർ ക്യാൻ ഏൺ അറൌണ്ട് 70,000 rupees per month. 70,000 ബിസിനസ് ഓണേഴ്സിന് 70,000 rupees വരെ ഏൺ ചെയ്യാൻ പറ്റും. ഇതിപ്പം എത്ര സ്റ്റാഫിനെയാണ് നമ്മൾ ആവറേജ് ഈ ഒരു 70,000 rupees ഏൺ ചെയ്യുന്നതിന് എത്ര സ്റ്റാഫിനെയാണ് നമ്മൾ ഹയർ ചെയ്ത്? 3 ആൾക്കാർ മിനിമം വേണം. അവരുടെ റിക്വയർമെന്റ് എന്തൊക്കെയാണ് സാർ? അവർക്ക് എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെന്റ്? ഇത്ര മാത്രമേ ഉള്ളൂ. അവർക്ക് ഒരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് വേണം, 2-wheeler വേണം, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതാണ് പഠിപ്പിച്ചു കൊടുക്കും. നമ്മുടെ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ ഒന്നാണ് ഫോൺ.
പിന്നെ നമ്മുടെ കാറ്. കാറ് അപ്പോൾ ഡെഫിനറ്റ്ലി ഫോണിൽ നമ്മൾ കേസ് ഇടുന്ന പോലെ തന്നെയാണ് കാറിന് ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് അല്ല. ഇപ്പം ആൾക്കാർ പ്രീമിയത്തിലേക്ക് പോകുന്ന സമയത്ത് ദേ ആർ സ്പെൻഡിങ്. അപ്പം ആ സ്പെൻഡിങ്ങിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെർസെൻറ്റേജ് എടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. ഫുൾ നിങ്ങൾക്ക് ഒരു യാതൊരു വിധത്തിലും ഐഡിയ ഇല്ലെങ്കിൽ കൂടി ഫ്രം സ്ക്രാച്ച് യു വിൽ ബി ഗിവിംഗ് എ ട്രെയിനിങ് അല്ലേ. നല്ല ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പം നിങ്ങൾ സ്ഥാപനത്തിന്റെ അഡ്രസ് എവിടെയാണ് സർ എക്സാക്ട്ലി വരുന്നത്? ബാക്സിലർ എടപ്പാളിലാണ്. പട്ടാമ്പി റോഡ് ഓപ്പോസ് മോൾ. ഓക്കെ, 3rd floor. ഓക്കെ, പട്ടാമ്പി റോഡ്. അപ്പം താല്പര്യമുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് സർ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഓഫീസിലേക്ക് വന്നിട്ടാണോ അല്ലെങ്കിൽ വയ കോൾ ആണോ? എങ്ങനെയാണ് സർ? ബോത്ത് ആർ പോസിബിൾ. പക്ഷേ ഈ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അവർ നമ്മളെ പരിചയപ്പെടുന്നത് നമ്മുടെ ഓഫീസിലാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ കേരളത്തിന്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിലും ഇനി പ്രവാസികളാണെങ്കിൽ കൂടി ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഇൻ അടുത്തൊരു 6 മാസത്തിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജസ്റ്റ് ഗീവ് എ കോൾ. നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെക്കാം. കാരണം ആ ഒരു ഏരിയ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 monthsലേക്ക് കൃത്യമായിട്ട് അവർക്ക് ആ ഒരു ഏരിയ വേറെ കൊടുക്കില്ല അല്ലേ. നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ സാർ ഓൾറെഡി ഈ ഒരു സ്വന്തമായിട്ട് അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ. സാറിന് ഓൾറെഡി കസ്റ്റമേഴ്സ് വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു കഴിഞ്ഞ തവണ കൊടുത്തതുപോലെ എന്തെങ്കിലും ഒരു ഓഫർ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യം. നമ്മളിപ്പോഴും അത് കോസ്റ്റ് ബേസിലാണ് നമ്മൾ ചെയ്തു വെച്ചത്. ബട്ട് എനിക്കറിയാം നിങ്ങൾക്ക് നല്ലൊരു കസ്റ്റമർ ബേസ് ഉണ്ട്. ആ ലോയൽ ആയിട്ടുള്ള കസ്റ്റമർ ബേസ് കീപ്സ് യു ഇൻ യുവർ നിങ്ങളുടെ വാക്കുകൾ അവർ അത്രയും നന്നായിട്ട് എടുക്കുന്ന ആൾക്കാരാണ് ആ കസ്റ്റമേഴ്സ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വോട്ടാങ്ങിട്ട് ഫസ്റ്റ് 25 ആൾക്കാർക്ക് ഇൻക്ലൂസീവ് GST ചെയ്തു കൊടുക്കാം. ദാറ്റ് ഈസ് 2 lakhs ഇൻക്ലൂസീവ് GST. 2 lakh ഇൻക്ലൂഡിംഗ് GST. അപ്പോൾ ടോട്ടൽ കിറ്റിന്റെ കോസ്റ്റ് അവർക്ക് കിറ്റും ഈ ബിസിനസിന്റെ കോസ്റ്റ് വരാൻ പോകുന്നത് 2 lakhs ആണ്. അപ്പോൾ നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി 18% നിങ്ങൾ 2 lakhs സേവ് ചെയ്യാണ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് വലിയ ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പം ഈ ആദ്യത്തെ 25 ആൾക്കാർക്ക് മാത്രമേ ആ ഒരു അവസരമുള്ളൂ. മിസ്സാക്കരുത്. ലൈക്ക് 25 കഴിഞ്ഞ് കഴിഞ്ഞാൽ യു നീഡ് ടു ഡിസ്കസ് ദം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്.